കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മറ്റ് 3 കേസുകളിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ അർജുൻ ആയങ്കി ജയിലിൽ തുടരും. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ജാമ്യം കിട്ടിയിരിക്കുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ആശ്വാസമാണ് ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മറ്റ് 3 കേസുകൾ കൂടിയുണ്ട്. ജയിലിൽ തുടരും. അതിനൊപ്പം കാപ്പ ചുമത്താനുള്ള തീരുമാനങ്ങളുമുണ്ടല്ലോ. മാധു, തീർച്ചയായിട്ടും കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പക്ഷേ അർജുൻ ആയങ്കിക്ക് ജയിലിൽ നിന്നും, അതായത് പുറത്തേക്ക് വരാൻ വേണ്ടി കഴിയില്ല. കാരണം മറ്റ് 3 കേസുകളിൽ നിലവിൽ അർജുൻ ആയങ്കി റിമാൻഡിലാണ്. ഇനിയിപ്പോൾ ആ 3 കേസുകൾ കൂടി ജാമ്യം ലഭിച്ചാൽ കൂടിയും കാപ്പ ചുമത്താനുള്ള ഉത്തരവ് ഇന്നലെ കണ്ണൂർ ജില്ലാ കളക്ടർ പുറത്തിറക്കിയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കണമെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സ്വാഭാവികമായും ഈ കേസുകളിൽ ജാമ്യം ലഭിച്ചതിനാൽ പിന്നീട് നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കായിരിക്കും അർജുൻ ആയങ്കിയെ കൊണ്ടുവരിക. എന്തായാലും നിലവിൽ ഇപ്പോൾ അർജുൻ ആയങ്കി തലശ്ശേരി ജയിലിൽ സബ് ജയിലിൽ കഴിയുകയാണ്. അവിടെ നിന്നും ഇനിയിപ്പോൾ ഈ പറയുന്ന കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർക്കാണ് നിർദ്ദേശം നൽകിയത്. പോലീസ് എന്തായാലും അവിടെ എത്തി ഈ കാപ്പ ചുമത്തിയിട്ടുള്ള ഉത്തരവ് അവിടെ ഹാജരാക്കി പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും അർജുൻ ആയങ്കിക്ക് നേരത്തെ ഈ ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ സൈബർ ക്രൈം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ DCC പ്രസിഡന്റായിട്ടുള്ള മാർട്ടിൻ ജോർജിൻ്റെ പരാതിയിലായിരുന്നു കണ്ണൂർ സിറ്റി സൈബർ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഈ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മാധു, മറ്റ് കേസുകൾ കൂടിയുണ്ട്. ജയിലിൽ തന്നെ തുടരും അർജുൻ ആയങ്കി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും. 9 കേസുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ അർജുൻ ആയങ്കിക്ക് എതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ജയിലിൽ തന്നെ തുടരും എന്നത്, പ്രത്യേകിച്ചും പോലീസിനെ വെല്ലുവിളിച്ച് നാട് മുഴുവൻ തേടിപ്പിടിച്ചാണ് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും ഒക്കെ. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടാക്കിയിട്ടില്ല. മാധു, തീർച്ചയായിട്ടും. കാരണം പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച ഒരു പ്രതി എന്ന നിലയ്ക്ക് സ്വാഭാവികമായും പോലീസ് അതിൻ്റെ പരമാവധിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടുക എന്നുള്ള ഉദ്ദേശം പോലീസിനുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിൻ്റെ നീക്കങ്ങളെല്ലാം അത് വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും, അതായത് ഈ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യഘട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യത്തിന് അർജുൻ ആയങ്കി ശ്രമിച്ചിരുന്നില്ല. എന്നാൽ പിന്നീടാണ് അർജുൻ ആയങ്കി മറ്റ് കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത കേസിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും പരമാവധി അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ തന്നെയുള്ള ഒരു പ്രതികരണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും അർജുൻ ആയങ്കിയെ പൂട്ടുന്നതിന് വേണ്ടി, അത് പരമാവധി സമയം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അർജുൻ ആയങ്കി വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി കഴിയാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കരുതാൻ. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. പക്ഷേ മറ്റ് 3 കേസുകൾ കൂടിയുണ്ട്. ജയിലിൽ തന്നെ തുടരും അർജുൻ ആയങ്കി. ഇടവേള.